കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി. ബുക്കിന്റെ താളാ അല്ല, ചേമ്പിന്റെ താള്. ചേമ്പിന്റെ താള് ചൊറിയില്ലേ? ഞാൻ ആ കാര്യല്ലേ പറഞ്ഞേ, ചേമ്പിന്റെ താള് ചൊറിയില്ലേ? ചേമ്പ് താള് ചൊറിയൂ? മറ്റുള്ളവരെ ചൊറിയുള്ള കാര്യത്തിൽ നിങ്ങൾ ഗെയിമുകളാണല്ലോ. ഞങ്ങളാരെയും ചൊറിയാറില്ല. ഇന്നെന്താ കറി? കേര. അയ്യോ, ചേരയോ? ചേരയല്ല, കേര. ചേരയല്ലടി, കേര. അപ്പൊ 4 കഷ്ണം കിട്ടേ. ചേരയെ തിന്നണം, ആദ്യം ചെയ്താൽ ചേരയുടെ നടുക്കണം തിന്നണമെന്നാണല്ലോ. അതിന് ചേരയല്ലെന്ന് പറഞ്ഞില്ലേ, കേരയാ. മാളു, എന്തെന്താ കറി? പോത്ത്. ആര് പോത്തു? നീ എന്താ അപ്പൂനെ കളിയാക്കണോ? ഞാൻ അപ്പൂനെ കളിയാക്കുന്നല്ല, എന്റെ കറി പോത്തിറച്ചിയാണെന്ന് പറഞ്ഞതാ. അന്ന് 4 കഷ്ണം ഒന്ന് ഇട്ടേ, രുചിച്ചു നോക്കട്ടെ. ആകെ 4 കഷ്ണമുള്ളൂ, 2 കഷ്ണം പോരെ അപ്പു? മതി. അല്ലെങ്കിൽ പോത്തിറച്ചിയോട് എനിക്ക് അല്ലെങ്കിൽ താല്പര്യമില്ല. പാമ്പാണോ? കറിപാത്രത്തിൽ പാമ്പോ? അല്ല, എന്റെ കറി പാമ്പാടയാണ്. പാടിയെ ഓടിക്കോ. പാമ്പാടായെന്ന് പറയുന്നൊരു മീനുണ്ട്, അതാണ് എന്റെ കറി. ഞാൻ കറി വെക്കാൻ വേറെ ഒരു മീനും കിട്ടിയില്ല, മനുഷ്യനെ പേടിപ്പിക്കാൻ. ഏറ്റവും നല്ലത് കിളിയാ. നിങ്ങളുടെ കയ്യിലൊന്നും തൊട്ടുകൂട്ടാനൊന്നുമില്ലേ? അതെന്താ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? വേഗം എടുത്തോണ്ട് വരൂ. അത് തൊട്ടുകൂട്ടി നമ്മുടെ ഈ ഊണങ്ങൾ അടിപൊളിയാക്കാം. പിന്നെന്തിനാ? തൊട്ടുകൂട്ടാൻ ഒന്നും ഇല്ലാത്തോണ്ട് ഞാനൊന്നും ചോറ് മുഴുവൻ തിന്നുന്നില്ല. ഞങ്ങള് തന്ന കറികളൊക്കെ കൂടെ കൂട്ടി അങ്ങനെ കുഴച്ചങ്ങ് തിന്നെ. ഇത് ഒരു കറിയല്ലല്ലോ, 5-6 കളികളില്ലേ, പിന്നെ എങ്ങനെ കഴിക്കും? നീ കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങളും കഴിക്കുന്നില്ല. കൂട്ടുകാരെ, ഇന്നെന്താ നേരത്തെ ചോറൂണ് കഴിഞ്ഞോ? നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതല്ല, നേരത്തെ ഭക്ഷണം കഴിച്ച് നിർത്തിയതാ. അതെന്താ? ഈ അപ്പൂന് ചോറ് മതിയാക്കി, അപ്പൊ ഞങ്ങളും ചോറ് കഴിക്കലും നിർത്തി. ചോറും പാത്രത്തില് കുറെ ചോറും കറിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പു ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇനി ഇത് എന്ത് ചെയ്യും? എന്ത് ചെയ്യാ? ഇതുകൊണ്ട് വേസ്റ്റ് ബക്കറ്റിലിടും. ഇത്രയും ഭക്ഷണം കളയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഞങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ കൊണ്ടുപോയി കളയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാം, പക്ഷെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു നേരം പോലും വിശന്നിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്നാൽ നിങ്ങളൊരു സത്യം അറിയണം, ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വിശന്ന് തളർന്ന് ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്ന ഒരുപാട് പട്ടിണി പാവങ്ങൾ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിലുണ്ട്. ഇതൊക്കെ വെറുതെ പറയണതല്ലേ? വെറുതെ പറയുന്നതൊന്നുമല്ല, സത്യമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. എന്തിന്, ഇപ്പോഴും പട്ടിണിയിൽ കഴിയുന്ന അനേകം കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലും കാണും. വിശപ്പോളം വലുത് മറ്റൊന്നുമില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഭക്ഷണം പാഴാക്കി കളയുന്നത് പാപമാണ് കൂട്ടുകാരെ. ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു, ക്ഷമിക്കണം. അപ്പോ ഈ ചോറ് നമുക്ക് കഴിച്ചിട്ട് പോയാ മതി. ഇരിക്കേ. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും.